നമ്മുടെ ചിന്തകൾ ആണ് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൂടുതലും സഹായിക്കുന്നത്. ഇങ്ങനെ തട്ടിയാൽ മതി, സംഭവം പോരും. സിംഗിൾ ഫ്ലവറിന് എൻ്റെ വക ഒരു ലീഫ്. വെൽക്കം ബാക്ക്, പാർട്ട് 2. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ടാക്കി നിങ്ങൾ കണ്ടില്ലേ, അതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തണുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെറുതായിട്ട് ഇതൊന്ന് മടങ്ങിയിട്ടുണ്ട്, നല്ല സാരമില്ല, നമുക്കിത് നേരെ തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് OHP ഷീറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല, തണുപ്പിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നത്. നമ്മൾ തണുപ്പിച്ചില്ല എങ്കിൽ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോഴേ ഇത് മുഴുവൻ ഒടിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതൊരു സെക്ഷനല്ലേ. അപ്പോൾ രണ്ടാമത്തും ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളെ. രണ്ടാമത്തും നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക ഇതുപോലെ തന്നെ. എന്നിട്ട് നമ്മുടെ OHP ഷീറ്റ് എടുത്ത് മാറ്റുക. ഓ ചാടി കേട്ടോ അവിടുന്ന്. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് അടർത്തിയെടുക്കാം കേട്ടോ. റൗണ്ട് മാത്രം മതി നമുക്ക്. അപ്പോൾ ആ ചോക്ലേറ്റിന് കട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ചില സ്ഥലങ്ങൾ നമ്മുടെ കട്ടായിട്ടില്ല. ഞാൻ രണ്ടെണ്ണം വിട്ടുപോയി കേട്ടോ, കണ്ടില്ല. വൈറ്റ് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തുകൊണ്ടാണ് അത് കാണാതിരുന്നത്. ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെ തട്ടി കളഞ്ഞാൽ മതി, സിമ്പിളായിട്ട് എടുക്കാം. ഇത് കളയാനായിട്ട്, ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ തട്ടിയാൽ മതി, സംഭവം പോരും. നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ട് ഷേപ്പുണ്ട് നമ്മുടെ ഈ. കളയേണ്ട ആവശ്യമില്ല. ഒടിക്ക് ഒരു തട്ട്, സംഭവം ചാടിപ്പോകും കേട്ടോ. ഓൾറൈറ്റ്, ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് വേണം, ഇങ്ങനെ എടുത്ത് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം കട്ടായില്ല കേട്ടോ, അതിപ്പം ഇത് മാറിക്കോട്ടെ, നമുക്ക് ആവശ്യമില്ല. അടിയിൽ നിന്ന് ഒരു തട്ട്. ബ്രേക്കായി കണ്ടോ, ഇത് ഇച്ചിരി കനക്കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ബ്രേക്ക് ആയത്. നല്ല സാരമില്ല, ഇവനെ നമ്മൾ യൂസ് ചെയ്യും. ഈ റൗണ്ട് ഇൻസൈഡുള്ള റൗണ്ട് നമ്മളെടുക്കും. ഇപ്പോൾ കട്ടായി പോയെന്ന്, ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് ആരും അത് കളയാൻ നിൽക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതും പൊട്ടി, രണ്ടെണ്ണം പൊട്ടി, ആവേശം മൂത്ത് കേട്ടോ. ഇതും കളയത്തില്ല കേട്ടോ, ഇത് നമ്മൾ യൂസ്ഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കും. റൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ആ റൗണ്ട് എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. ഇപ്പം ആർക്കെങ്കിലും ഇനി ആക്ച്വലൂടെ കട്ടാവാനുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അവനെ കട്ട് ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമില്ല, ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴേ. അതുകൊണ്ടാണ് രണ്ടാമത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മുടെ ചോക്ലേറ്റ് ഗാർണിഷുകളെല്ലാം റെഡി ആയിരിക്കാണ് ഇവിടെ കേട്ടോ. ഇത് രണ്ടെണ്ണം നമുക്ക് എക്സ്ട്രാ ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയാണ്. കട്ട് ചെയ്യാൻ കണ്ടില്ല, കാരണം വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നുകൊണ്ട് ആ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടില്ല കേട്ടോ. അപ്പം ബാക്കിയുള്ള എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമുക്ക് ആ ടേബിൾ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അയ്യോ, ഒരു ചെറിയതൊന്നും കളയാൻ പറ്റില്ല, നമുക്ക് ആവശ്യമുള്ള കേട്ടോ. അപ്പോൾ എല്ലാ കേക്കും നമ്മൾ ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ലീഫ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എഡ്ജ് ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞ് ആ ലീഫിൻ്റെ എക്സാക്റ്റ് ഷേപ്പാക്കി എടുത്തതിന് ശേഷമേ ഉള്ളൂ നമ്മളത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, റിമൂവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന്.
നല്ല അടിപൊളിയായിട്ട് ലീഫിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഒരെണ്ണമുണ്ട്, 2 റൗണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. കാരണം ഞാനിത് ഇൻ കേസ് നമ്മൾ കട്ട് ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ തന്നെ ഈ എഡ്ജ് അറ്റം പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. എഡ്ജ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇതുണ്ട്, ഈ തണ്ടയെ പിടിച്ച് പയ്യെ ഇങ്ങനെ എടുക്കുക. അടിപൊളി ലീഫായി. ഒരു കുഞ്ഞാപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ കുഞ്ഞാപ്പീനെയും കൂടെ ഞാൻ എടുക്കാം. അതിൽ നല്ലോണം ചണ്ടിക്കണം കേട്ടോ. എനിക്കറിയാം ഇത് ശരിക്കും ലാഗ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കൃത്യമായിട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് സ്ലോ ആയിട്ട് തന്നെ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. കേട്ടോ, ഇങ്ങനെ കുഞ്ഞാപ്പിനെയും കൂടെ എടുക്കാം. അപ്പം ഇത് നമ്മൾ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണെന്ന് എന്നെ വേർത്ത് തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് കേക്കിന് മുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വീണ്ടും ഡെമോ കേട്ടോ. നിങ്ങൾ പറയാം വീണ്ടും ഡെമോ ഉണ്ടാക്കി, ഷെഫ് എപ്പോഴും ഡെമോയെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. റിയൽ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അപ്പം എക്സാമ്പിളാണ്. നമ്മളിപ്പം ആദ്യം ഇവനെ തുടങ്ങാം. ഇത് കണ്ടോ, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തത് ഏകദേശം ഈ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ ചെയ്തത്. കണ്ടോ, ഈ ഒരു കേക്കിൻ്റെ അനുസരിച്ചാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കേക്കാണോ നിങ്ങൾ ചെയ്യുന്നത് ആ കേക്കിനനുസരിച്ച് മാത്രമേ ഉള്ളൂ എപ്പോഴും ഗാർണിഷ് ഉണ്ടാക്കാൻ ശ്രമിക്കാവുള്ളൂ. അതുപോലെ തന്നെ ബട്ടർ ആട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഒട്ടിക്കാം സൈഡിലൂടെ. അറ്റം പോയൊന്നും നമുക്ക് വേണ്ട. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ക്രീമാണ്, വിപ്പ് ക്രീമോ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ സ്ലോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് പോകണം കേട്ടോ, എന്നാൽ ആ ഒരു കാണാൻ ഒരു ഭംഗി കാണത്തുള്ളൂ. അപ്പം ഈക്വൽ അളവിൽ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഒത്തിരി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഫുള്ള് കേക്ക് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കേക്കിൻ്റെ ഫുള്ള് സൈഡും നമുക്ക് വെക്കാൻ സാധിക്കും. അതൊരു ഡിസൈനാണ്. ഇനി ചോക്ലേറ്റ് സെറ്റായോ? ചോക്ലേറ്റ് സെറ്റായില്ല, ഇച്ചിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് നമ്മൾ ഗാർണിഷ് ഉണ്ടാക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതിൽ എളുപ്പമായിട്ടൊരു മാർഗ്ഗമുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. വളരെ നമ്മൾ ഷോർട്ട് കട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ ഷോർട്ട് കട്ട് അല്ല കേട്ടോ, അതും ലോങ് കട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും അതിന് വേണ്ടി. പാലറ്റ് നൈഫ് ചെറുതായിട്ടൊന്ന് സൈഡ് ബട്ടർ ക്ലീൻ ചെയ്തേക്കാം. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിങ്ങാണ് കേട്ടോ, റൗണ്ട് റിങ്ങാണ്. റൗണ്ട് റിങ്ങും നമുക്കതേ ഇപ്പം ചെയ്ത പോലെ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേക്കിന് ചുറ്റും. ഇതുണ്ടോ, ഇപ്പം റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ വെച്ച് കൃത്യമായിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അല്ല, ഇങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ആ കേക്കിന് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന അട്രാക്ഷൻ, അതായത് ഗാർണിഷ് കൊടുക്കുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ആയിരിക്കും കേക്കിന്. അതാണ് കൂടുതൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ടൈമിൽ. അപ്പം ഗാർണിഷ് മാക്സിമം നന്നായിട്ട് ചെയ്യുക, മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഇവിടെ പൊട്ടി കേട്ടോ, അതിൻ്റെ പൊട്ടി കണക്കാനം കുറവാണ് നമ്മളുണ്ടാക്കിയ ഗാർണിഷ്, അതുകൊണ്ടാണ് പൊട്ടിയത്. സാരമില്ല, നമുക്ക് വേറെ ഉണ്ട്.
അപ്പം കുറച്ചുകൂടെ എടുത്ത് ഫില്ല് ചെയ്യാം. ഇതുണ്ടോ, ഇപ്പോൾ കേക്കിന് ചുറ്റും നല്ലൊരു ഡിസൈനായി ഇത് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ ഓർക്കും ഈ ചെറുത് എന്തിനാണ് ഞാൻ ഇവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചത്, അതായത് താഴെ വെക്കട്ടെ ഇത് കളയരുതെന്ന് പറഞ്ഞത്. അത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഈ മുകൾ ഭാഗങ്ങളിൽ ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അത് വെച്ച് കാണിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം കേക്ക് ഡെക്കറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലൊരു പ്ലാൻ വേണം. എങ്ങനെയാണ് എൻ്റെ കേക്ക് ഇരിക്കേണ്ടത്, എൻ്റെ കേക്ക് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനായിരിക്കും എന്ന് ഉള്ളൊരു ഐഡിയ ഇല്ലേ മനസ്സിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചിന്തകൾ ആണ് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൂടുതലും സഹായിക്കുന്നത്. നമ്മൾ പുതിയ മാർഗ്ഗങ്ങളും പുതിയ രീതിയിലും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബെറ്ററായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇപ്പം വൈറ്റ് ചോക്ലേറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡാർക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഇപ്പം ഡാർക്കിന് ഞാൻ വൈറ്റാണ് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാമല്ലോ കേട്ടോ. അപ്പം ഇവനെ എടുത്ത് മാറ്റാം. അടുത്ത ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ലീഫ് എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ ഇതൊന്നുമല്ലാത്ത ഒരു പരിപാടിയാണ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അതുകൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തീരുന്നില്ല എടുത്തിട്ട് അല്ലേ. അപ്പോൾ എന്നാലും ഇവനെ കൂടെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സൈഡിലൂടെ നന്നായിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഉണ്ടാക്കിയ ഗാർണിഷ് നിങ്ങൾ ഓർക്കരുത് സൈഡ് പുളിക്ക് മാത്രമാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ, നമുക്ക് മുകളിലും ചെയ്യാം അതുപോലെ തന്നെ. അപ്പം ഇനി ഒരു സ്പെഷ്യൽ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മാറിയിരിക്കട്ടെ. സൈഡിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് ടേബിൾ ക്ലീൻ ചെയ്യാം. കേക്ക് റാപ്പ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരാണ് കേക്ക് റാപ്പ്. നമുക്ക് ഈ സാധനം നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഒരുപാട് മൂസ് കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗാർണിഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേക്ക് റാപ്പ്. അപ്പം ഇത് വെച്ച് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്യുന്നതോടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്യുന്നത്. ചോക്ലേറ്റാണ് നമ്മൾ കുറച്ച് മുമ്പ് മെൽറ്റ് ചെയ്ത അതേ ചോക്ലേറ്റ് തന്നെയാണ് സെറ്റായിട്ടില്ല ഇതുവരെ. പക്ഷേ അതിൻ്റെ സൈഡ് സെറ്റായി തുടങ്ങി, പക്ഷേ സെൻറ്റർ ഭാഗം സെറ്റായില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ കൂടുതൽ ചോക്ലേറ്റ് എടുത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും അത് സെറ്റാകാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കേക്ക് റാപ്പ് 2-3 തുള്ളി വീണ്, അതിനൊരു കുഴപ്പമില്ല. നമുക്ക് ചെറുതായിട്ട് അറ്റം കട്ട് ചെയ്യാം. അത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലോയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ കേക്ക് റാപ്പിൽ നമ്മുടെ ചോക്ലേറ്റ് പൈപ്പ് ചെയ്യുക. മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണേലും പൈപ്പ് ചെയ്യുന്നത്. ഇതിന് ഫെൻസ് ഡിസൈൻ എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റും നമ്മൾ പൈപ്പ് ചെയ്യുക. ഈ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ലോക്ക് പോലെ വരും. അപ്പോൾ ചോക്ലേറ്റ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫെൻസ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ വേലി ചെയ്യാകുമ്പോഴത്തേന് ഒരു കമ്പിയും കൂടെ വേണ്ടേ. സംഭവം കഴിഞ്ഞു. വേണ്ട, സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കാം. വേറൊന്നുമല്ല, എനിക്ക് ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. എപ്പോഴും ചോക്ലേറ്റിനോട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, എപ്പോഴും ടേബിൾ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുള്ളൂ. ഇനി നമ്മുടെ കേക്ക് എടുത്ത് വെക്കുക. കേക്ക് എടുത്ത് വെച്ചിട്ട് അധികം സമയം താമസിക്കരുത്, കാരണം ഇത് സംഭവം സെറ്റാവും. കേക്കിനോട് മാക്സിമം മുട്ടിച്ച് അടി ചേർത്ത് അങ്ങ് ഒട്ടിക്കുക.
അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി എക്സ്ട്രാ കാണും നിങ്ങൾക്ക് അവിടെ. പക്ഷേ അത് സാരമില്ല, നമ്മൾ അത് കട്ട് ചെയ്യുമ്പോഴത്തേന്, അതായത് ഇത് സെറ്റായി കഴിയുമ്പോൾ എടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് സൈഡ് പൊട്ടിച്ചങ്ങ് വിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ലീഫ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. 9 mm ടിപ്പാണ്. ഇനി ആരും കമൻറ്റ് ചെയ്യേണ്ട ഏത് ടിപ്പാണ് ഷെഫ് പൈപ്പ് ചെയ്യുന്നുള്ളത്. 9 mm കേട്ടോ. അപ്പോൾ മുകളിൽ ഒരു ഐഡിയ വെച്ച് ഒരു ഫ്ലേവർ കൊടുക്കുക. ഞാൻ സിംഗിൾ ഫ്ലവറാണ് കൊടുത്തത് കേട്ടോ. സിംഗിൾ ഫ്ലവറിന് എൻ്റെ വക ഒരു ലീഫ് കണ്ടോ. ഇവിടെ ഇച്ചിരി ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി അവിടെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ. ഇനി നമ്മുടെ കുഞ്ഞിക്കായനെ ഈ സൈഡിലൂടെ നോക്കുക. ഇത് രണ്ടിനെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലവർ കൂടെ അതിന് മുകളിൽ കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് റെഡിയായി കണ്ടോ. അപ്പോൾ ഈ ലീഫിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എഡ്ജസ്, അതായത് ഈ എഡ്ജസ് ഇല്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് പൈപ്പ് കൊടുക്കാം. നമ്മുടെ പൈപ്പിംഗ് ക്ലാസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് പൈപ്പ് എന്നുള്ളത്. ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് പൈപ്പ് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ സൈഡ് ആർക്കെങ്കിലും ഫിനിഷ് ആവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സൈഡ് കവറാവും. പക്ഷേ ആൾക്കാർ കാണുമ്പോഴത്തേന് ഓ അടിപൊളി കേക്കാണല്ലോ എന്ന് ചിന്തിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ വീടിനടുത്തോ വീടിന് സൈഡുകളിലോ കാണുന്ന ഏത് ഇലകൾ വേണേലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഒരു കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാൻ പഠിക്കും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൽ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അതാണ്, നമ്മൾ മാക്സിമം കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് റെഡി ആയിരിക്കണം. നമുക്ക് നോക്കട്ടെ, ഇത് സെറ്റായി നോക്കട്ടെ. അത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. നമ്മുടെ ഫെൻസ് ഏകദേശം സെറ്റായി. പെട്ടെന്ന് തന്നെ സെറ്റാകും കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റാകും കേട്ടോ. ഇനി ഇവിടെ എടുക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കത്തി എടുത്ത് കൃത്യമായിട്ട് അത് ബ്രേക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം ഇതെടുക്കാൻ, അല്ലെങ്കിൽ ഇവനെ ആദ്യമേ അങ്ങ് എടുത്ത് മാറ്റുക. കാരണം ആ എക്സ്ട്രാ വന്ന എക്സസ് ആണ് കേട്ടോ. അത് എക്സ്ട്രാ വന്ന എക്സസ് നമുക്ക് മാറ്റുക. എന്നിട്ട് പയ്യെ ഇവനെ അങ്ങ് ഊരിയെടുക്കുക കണ്ടോ. എന്നെ അടിപൊളിയായിട്ടാണ് കേക്ക് വന്ന് നോക്കി. അപ്പം ഇത് ഫെൻസിങ് എന്നാണ് പറയുന്നത്. ഇതിന് ഫെൻസിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇച്ചിരി ഒരു ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് ഈക്വലാണ്. അപ്പോൾ ഇച്ചിരി എക്സസ് വന്നില്ലേ, അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് എക്സസ് വന്നത് ഇവിടെ മാറ്റിയിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്താൽ മതി. ആരും ഒന്നും അറിയില്ല. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫെൻസ് ഈക്വലായി. ബാക്കിയുള്ള ചെറിയ ഇതെല്ലാം അങ്ങെടുത്ത് കളയുക. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ സ്മൂത്തായിട്ടുള്ള ഒരു കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. അത് ഫെൻസിങ് എന്നാട്ടോ പറഞ്ഞത്. ഇതിന് ഫെൻസിങ് ആണ്. ഇത് ആദ്യമേ കാണിച്ചു തരാമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ആദ്യമേ ഇത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ ചോക്ലേറ്റ് മുഴുവൻ, ബാക്കിയുള്ളതൊന്നും എനിക്ക് കേക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ജെനുവിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ ഫോറമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്നാൽ കഴിയുന്ന പോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് as soon as possible ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. See you next time.